സർ, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്ന ഒരു ചിത്രം, ഒരു പോസ്റ്ററുണ്ട്. അതായത് ഉണ്ണിക്കണ്ണൻ, നമ്മൾ സാധാരണ ഉണ്ണിക്കണ്ണനെ കാണുന്ന വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ പോസ്റ്ററിൽ കുഴിമന്തിയിലേക്ക് നോക്കിയിരിക്കുന്ന ഉണ്ണിക്കണ്ണനാണ്. എന്നിട്ട് വിഷു ആശംസകൾ. ഇത് ഞാൻ വിചാരിച്ചു കേവലം ഇത് ആരോ ഒരു അബദ്ധം കാണിച്ചു, ആരോ ഒരു ചിന്തിക്കാതെ പ്രവർത്തിച്ചു എന്നാണ്. പക്ഷേ ഒരു നിര ഇങ്ങനെ വരികയാണ്. ഒരുപാട് പേര് ഇതിൻ്റെ ചിത്രങ്ങളെടുത്ത് അല്ലെങ്കിൽ ഈ പോസ്റ്ററുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. നോക്കുമ്പോൾ ഇത് ചേർത്തലയിലെ ഒരു കുഴിമന്തി കട, മുഹമ്മദ് ഷബീർ എന്നാണ് അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര്. അയാൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് ഞാൻ ഏറ്റവും ഒടുവിൽ അറിഞ്ഞത്. അയാളുടെ ഒരു പരസ്യമാണ്, ഈ കുഴിമന്തിയുടെ പരസ്യമാണ്. ഈ ശ്രീകൃഷ്ണനെ, അതായത് നീല നിറമുള്ള ഉണ്ണിക്കണ്ണൻ കുഴിമന്തിയിലേക്ക് നോക്കി ഇങ്ങനെ വെണ്ണയ്ക്ക് പകരം കുഴിമന്തി തിന്നാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു ചിത്രം. ഇത് സാർ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുഹമ്മദ് നബിയുടെയോ മറ്റോ ചിത്രം ഇതുപോലെ നമ്മൾ പോർക്ക് പാചകം ചെയ്തിട്ട് അതിന്റെ മുന്നിലാണ് ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഈ നാട്ടിൽ എന്തായിരിക്കും? ജോസഫ് സാറിന്റെ കൈവെട്ടി എന്തിനാണ്? അതുപോലെ ഇരിക്കും. ജോസഫ് സാറ് മുഹമ്മദ് എന്നൊരു പേര് ഒരു കഥയ്ക്ക് ഇട്ടുപോയി. അതെ, അത് ഏത് മുഹമ്മദാണെന്ന് ഉദ്ദേശിച്ചില്ല. അദ്ദേഹം എളുപ്പത്തിന് തോന്നിയ ഒരു പേര്, ഒരു രാമൻ എന്ന് പറയുന്നത് പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ നോവലിൽ നിന്നുള്ള ഒരു പേരാണ്. അപ്പൊ അത് അദ്ദേഹം ഇട്ടുപോയി. ഇട്ടതും അദ്ദേഹത്തിന്റെ പ്രവാചക നിന്ദ ആരോപിച്ച് കൈവെട്ടി. ഇത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതം തകർന്നു പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ മൊത്തം വീട് അപ്സെറ്റ് ആയിപ്പോയി. അവരെല്ലാം ഷോക്ക്ഡ് ആയിപ്പോയി. അതിൽ നിന്ന് അദ്ദേഹം കരകയറാൻ ഒരിക്കലും കരകയറിയില്ല. അദ്ദേഹത്തിന് സഭ പോലും കൈവിട്ടു എന്നുള്ളതാണ്. അതെ, വളരെ ക്രൂരമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. അതെ. ഇതിനെല്ലാം കാരണം ഇതുപോലത്തെ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളാണ്. ഈ പ്രവൃത്തികൾ ഇതുപോലെ ഡെലിബറേറ്റ് ആയിട്ട് പലരും കാണിക്കുന്നു എന്നുള്ളത് പറയാൻ കാരണം ഇത് പലയിടത്തും ആവർത്തിച്ചിരിക്കുന്നുള്ളതാണ്. അല്ല, ഒരു കടയല്ല, പല കടകൾ കൃത്യമായിട്ട്. അപ്പൊ ഇതിന്റെ പുറകിൽ എന്തോ ഒരു ആസൂത്രണമുണ്ട്, ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ഒരു ബുദ്ധികേന്ദ്രമുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇത് പടമല്ലേ? ഈ TCS സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഓ, ആ സംഭവത്തിന്റെ പിന്നിലുള്ള കഥ എന്താണ്? അവിടെ 4 വർഷമായിട്ട് കുറെ ഹിന്ദു പെൺകുട്ടികളെ ഇതുപോലെ മതപരിവർത്തനം എന്ന് പറഞ്ഞ രീതി കൊണ്ടുപോയി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് ദിവസവും ഇതുപോലെ ഭക്ഷണം കഴിപ്പിക്കുകയായിരുന്നു. അവർ വെജിറ്റേറിയൻ ആയിരുന്നു, അവർക്ക് ഇതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ആചാര രീതിയിൽ അല്ലാത്ത പ്രാർത്ഥനാ രീതികൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് ഒരിടത്തല്ല, അപ്പൊ അതിപ്പോ വലിയൊരു വിവാദമായി മാറി. കാരണം TCS എന്ന് പറഞ്ഞാൽ, ടാറ്റ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റാണ്, ലോകോത്തരം എന്ന് വേണമെങ്കിൽ പറയാം. അവരൊരു വന്നൊരു സ്ഥാപനത്തിന് ഒരു അഭിപ്രായം പറഞ്ഞാൽ അതാണ് ലാസ്റ്റ് വേർഡ്. അത്ര എഫിഷ്യൻസി ഉള്ള, സ്കിൽഡ് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു HR-ന്റെ നേതൃത്വത്തിൽ, അവിടുത്തെ നിദാ ഖാൻ എന്ന് പറഞ്ഞ ഒരു HR-ന്റെ നേതൃത്വത്തിലാണ് അത് നടന്നത്. എന്നാലോചിച്ചു നോക്കൂ. ഒളിവിൽ പോയി. എന്നിട്ട് അവിടെ ഇപ്പൊ ആരോപിക്കുന്നത് FCRA അടക്കമുള്ള കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ട് വിദേശ പണം കൊണ്ടുവന്നാണ് ഇതൊക്കെ ആസൂത്രണമായി ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് FCRAയുടെ നിയമത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വിദേശ പണം ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ചെലവാക്കുന്നു, മതം മാറ്റത്തിനും മറ്റും വേണ്ടിയിട്ട് ചെലവാക്കുന്നു. അപ്പൊ ഇത് ശരിക്കും ക്രിമിനൽ പ്രവൃത്തിയാണ്, ഒരു സംശയമില്ല. ഇത് നമ്മൾ ഇവിടെ FCRA എന്ന് പറയുമ്പോൾ ഉടനെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താണ്? പള്ളി പിടിച്ചടക്കാൻ എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള കഥകൾ എന്നുള്ളത് മറച്ചുവെക്കുകയും യഥാർത്ഥ കാര്യത്തിന് പകരം വേറൊന്ന് പറയുകയും ചെയ്യുന്ന ഒരു ലോകമായി കേരളം, ഇന്ത്യ ഒക്കെ മാറിയിരിക്കുന്നു. ഇപ്പൊ FCRA നിയമം അല്ലെങ്കിൽ ഈ കുഴിമന്തി വിഷയം ഇതൊന്നും നമ്മുടെ മേജർ ചാനലുകൾക്കൊന്നും ഒരു പ്രശ്നമല്ല. അതേസമയം ഒരു കന്യാസ്ത്രീയെ റെയിൽവേ സ്റ്റേഷനിൽ തടുത്തു വെച്ചു എന്ന് പറഞ്ഞാൽ അയ്യോ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു. അതെ, 4 വർഷമായിട്ട് ഏതാനും കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അതൊരു വിഷയമല്ല. അതേസമയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു കന്യാസ്ത്രീയെ തടഞ്ഞു. അതെ, അസ്വാഭാവിക സാഹചര്യത്തിൽ കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കന്യാസ്ത്രീയെ കണ്ടപ്പോൾ റെയിൽവേ പോലീസ് തടഞ്ഞു. മതസ്വാതന്ത്ര്യം തകർന്നു. സാർ, ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞ TCS-ന്റെ വിഷയത്തില് കേരളത്തിലെ മാധ്യമങ്ങൾ മറുവാദവുമായിട്ട് എത്തിക്കഴിഞ്ഞു. പിന്നെ ഇവരുടെ ബന്ധുക്കൾ പറയുന്നു ഇത് ബജ്റംഗ് ദൾ നടത്തിയ ഗൂഢാലോചനയാണ്, ഇവരാരും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ് ഇത് ഒരു മതത്തിനെതിരെ നടത്തുന്ന ഒരു ആസൂത്രിതമായ പദ്ധതിയാണ്. അപ്പൊ ഇത് അങ്ങനെയാണ് മാറ്റിയാൽ മൈനോറിറ്റിക്കെതിരെ നടക്കുന്ന ആസൂത്രിത പദ്ധതി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തേഞ്ഞു മാഞ്ഞു പോകുന്നുള്ളതാണ് അതിന്റെ കണക്ക്. ഈ രീതിയിലാണ് ഇതിന്റെ ഈ മൈനോറിറ്റി ആയാലും മെജോറിറ്റി ആയാലും തെറ്റ് തന്നെ എന്ന് പറയാനുള്ള ഒരു മനസ്സ്
നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടായില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. അതാണ് ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ മനസ്സിലാണ് വേണ്ടത്, അല്ലാതെ അവിടെ കോടതിയിലല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ, അതെ, പ്രത്യേകിച്ച് ഭരണാധികാരിയുടെ മനസ്സിൽ ആ ഒരു ജസ്റ്റിസ് വേണം, പോലീസിന്റെ മനസ്സിൽ ആ ജസ്റ്റിസ് വേണം. എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കോടതി കയറിയിട്ടും കാര്യമില്ല, നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സാർ, ഇവിടെ ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഇത് സത്യത്തിൽ ഇത് 153A ഇട്ട് കേസെടുക്കേണ്ടതല്ലേ? മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്നു അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ മുഹമ്മദ് ഷബീർ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതെ. പക്ഷെ വേറെയും 4-5 കടകളിൽ നിന്ന്, ഇത്തരം കുഴിമന്തി കടകളിൽ നിന്ന് ഇത്തരം പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആസൂത്രിതമാണ്. സാർ, ഞാൻ മറ്റൊന്ന് ചോദിക്കുന്നത്, ഈ ശ്രീകൃഷ്ണൻ ഒരു ഈ പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു ആരാധ്യ ദേവതയാണ്, ഒരു ആരാധ്യ ദേവനാണ്. അപ്പോൾ എൻ്റെ ആരാധ്യ ദേവനെ അപമാനിച്ചു, അവഹേളിച്ചു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമല്ലേ? ഈ പറയുന്നത് പോലെ അത് ക്രിമിനൽ കുറ്റമാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ ക്രിമിനൽ കുറ്റമാകും. ഹിന്ദു ദേവന്മാരെയും ദേവിമാരെയൊക്കെ തുണിയില്ലാതെയും തുണിയോടുകൂടിയും ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കാം, വരച്ചു അധിക്ഷേപിക്കാം. അതൊന്നും പ്രശ്നമല്ല. സരസ്വതി ദേവിയെ എത്ര വികൃതമാക്കിയാലും ആരും ചോദിക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നം നിലനിൽക്കുമ്പോൾ ഇത് മാറ്റി ഏത് ദൈവത്തിനെ അധിക്ഷേപിച്ചാലും അത് പ്രശ്നമാണ് എന്ന് വരുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അത് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് വലിയ വിപത്തുകൾ ഈ രാജ്യത്ത് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരുപാട് വർഗീയ കലാപങ്ങൾക്ക് നമ്മൾ വഴിയൊരുക്കും. സാർ, മറ്റൊന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്. ഒരു ഭരണമാറ്റത്തിന്റെ സൂചന കേരളത്തിലുണ്ട്. അതായത് UDF അധികാരത്തിലെത്തും, UDFന് ഒരു മേൽക്കൈ ഉണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി പ്രചരിക്കുന്ന ഒരു നരേറ്റീവ് കൂടിയാണ്. ഈ UDF വരിക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു ഭരണം വരിക എന്നാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ലീഗിൻ്റെ ഒരു തണല് ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യും, അങ്ങനെ ഒരു ചിന്താഗതി ഇതിനകത്തുണ്ടോ സാർ? ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഇനി ആളുണ്ട്. നിങ്ങളാരും ഞങ്ങളെ ഒന്നും പേടിപ്പിക്കേണ്ട. ഏത് നിയമവും ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല. ഏത് നിയമവും ഞങ്ങളുടെ കയ്യിലാണ് ഇനി നടക്കുക എന്ന് അവർ പറയുന്നൊരു സാഹചര്യമാണ്. ഇതെങ്ങനെ വളച്ചൊടിച്ച് നടത്തണമെന്നുള്ളത് പിണറായി വിജയൻ കാണിച്ചും കൊടുത്തിട്ടുണ്ട് 10 വർഷം വരുന്നത്. അതെ. അപ്പോൾ ഇതിനി പുതിയ വരുന്നവർക്കും ഇതുപോലുള്ള തെറ്റായ കാര്യങ്ങളെ അനുകൂലിക്കാനുള്ള ഒരു അവസരമായിട്ട് അവരെടുത്താൽ വരാൻ പോകുന്നത് പിണറായി വിജയനേക്കാൾ വലിയ പതനമായിരിക്കും. പിണറായി വിജയനുണ്ടായ പതനം എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് ഈ അനാവശ്യമായ ന്യൂനപക്ഷ പ്രീണനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ജസ്റ്റിസ് ഇല്ലാതാക്കുക. അതെ, അതാണ് അദ്ദേഹം ചെയ്തത്. നീതിന്യായം ഇല്ലാതാക്കുക. അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് ഒരു നിയമം, കോൺഗ്രസ്സുകാരന് വേറൊരു നിയമം, ബി ജെ പിക്കാരന് അതിനേക്കാൾ മോശമായ നിയമം, ഇങ്ങനെ ആയിക്കളഞ്ഞു. സാർ, അവിടെ അതായത് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇമ്പാർഷ്യൽ ആയിരിക്കും. അതെ, എല്ലാവരെയും തുല്യമായിട്ട് കാണുക എന്നുള്ളത്. അതിൽ നിന്ന് മാറുമ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ മുമ്പ് വേറൊരു ചാനലിൽ ഞാൻ പറഞ്ഞു, ഈ നമ്മുടെ അമേരിക്കയിലാണ് ഒരു സർവേ നടത്തിയപ്പോൾ വിവിധ രാഷ്ട്രങ്ങളിലെ കൊച്ചു കുട്ടികളിൽ, 3ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ ഉള്ള കുട്ടികൾക്കിടയിൽ ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തു. നിങ്ങൾക്ക് ഏത് ടീച്ചറെയാണ് ഇഷ്ടം? നിങ്ങളോട് ഏറ്റവും സ്നേഹമായി പെരുമാറുന്ന നന്നായി ടീച്ചർ, അല്ലെങ്കിൽ നന്നായി പഠിപ്പിക്കുന്ന ടീച്ചർ, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഒരുപാട് അവസരം തരുന്ന ടീച്ചർ, നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം അനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു ടീച്ചർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 4-5 ക്വസ്റ്റ്യനെയർ കൊടുത്തിരുന്നു. അതിൽ ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യനെയറിനാണ് കുട്ടികൾ ടിക്ക് ചെയ്തത്. ഏതെന്നറിയാമോ? മൈ ടീച്ചർ മസ്റ്റ് ബി ഇമ്പാർഷ്യൽ. യെസ്, വെരി ഗുഡ്. മനസ്സിലായില്ലേ? നല്ലപോലെ സ്നേഹിക്കുന്ന ടീച്ചറേയും വേണ്ട, പഠിപ്പിക്കുന്ന ടീച്ചറേയും വേണ്ട, എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കും. ഞാനൊരു പരാതിയായിട്ട് ചെല്ലുമ്പോൾ ഈ കുട്ടി ഒരു പരാതിയായിട്ട് വന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സമീപനം കിട്ടണം. ഇതാണ് ഇന്ത്യയിലെയും ലോകത്തെയും എല്ലാ ഭരണാധികാരികളും മനസ്സിലാക്കേണ്ട അടിസ്ഥാന തത്വം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴേ ഇതാണ് നമ്മുടെ ഫീലിംഗ്. മരണം വരെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും പോകുന്നു, നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങളെ തഴഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എന്നെ തഴഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വലിയ ഫീലിംഗ് ആണ്. തീർച്ചയായിട്ടും. നിങ്ങൾ മാർക്സിസ്റ്റുകാരനായതുകൊണ്ട് തഴഞ്ഞു, ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തഴയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഫീലിംഗും വളരെ വലുതായിരിക്കും. ഈ ഫീലിങ്ങുകൾ വെച്ച് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് വലിയ സ്പർദ്ധയ്ക്ക് കാരണമാക്കും. ഇനി വരുന്ന ഭരണാധികാരികളെങ്കിലും അത് മനസ്സിലാക്കിയാൽ പിണറായി വിജയന് പറ്റിയ അബദ്ധം നിങ്ങൾക്കും വരാതിരിക്കും. സാർ, ഇത് ഈ പറഞ്ഞതുപോലെ ഞാൻ ലീഗിൻ്റെ കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ഒരുക്കങ്ങൾ നടക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആരെയും ഞങ്ങൾക്കാരെയും ഭയമില്ല, ഈ നിയമങ്ങളൊന്നും ഞങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല, അങ്ങനൊരു സാഹചര്യം, അങ്ങനൊരു സൂചന ഇതിനകത്ത് ഉള്ളതായിട്ട് കരുതിയാൽ നമുക്ക് അങ്ങനെയുള്ള സൂചന
ഇതിനകത്തുണ്ട്. പക്ഷെ അത് അവർക്ക് ഗുണം ചെയ്യില്ല. പഴയ കാലമല്ല ഇപ്പോഴത്തെ കാലം, പഴയ ഭരണങ്ങളല്ല ഇപ്പോഴുള്ളത്, പഴയ രാജ്യം അല്ല ഇന്ന് ഇന്ത്യ. അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലതാണ്. എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ വലിയ കടുത്ത അനുഭവങ്ങളുണ്ടാകും. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശക്തനായ ഒരു പ്രധാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോലും പലപ്പോഴും പലതും നിൽക്കാതെ പോയി. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അത്രയ്ക്ക് അതിര് വിട്ട് പ്രവർത്തിച്ച ഒരു സംഭവം ഉണ്ടായി. അതുപോലെ അതിര് വിട്ട് പ്രവർത്തിക്കുന്നു അവർക്ക് നിൽക്കക്കിള്ളി ഇല്ലാതെ വരും. അത് എല്ലാവരും മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. കുറച്ച് മിതത്വം പാലിച്ചാൽ എല്ലാവർക്കും നല്ലത്. അല്ലാതെ ഭരണം കിട്ടി, ഞങ്ങൾക്ക് 80-85 സീറ്റ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നെഹളിക്കാൻ പോയാൽ ഉടനെ അതിൻ്റെ തിരിച്ചടി ഇപ്പോൾ ഉണ്ടാവും. വലിയ തിരിച്ചടി നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും ശ്രീകൃഷ്ണൻ കുഴിമന്തിയല്ല വെണ്ണയാണ് കഴിക്കുന്നത്. ആ ബോധം എല്ലാവരിലും ഉണ്ടാകട്ടെ. അത് ശ്രീകൃഷ്ണനെ നിങ്ങൾ ആരാധിച്ചാലും ഇല്ലെങ്കിലും, ശ്രീകൃഷ്ണനെ അനുകൂലിച്ചാലും എതിർത്താലും, പക്ഷേ ഇതിലൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് പൊളിക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതായത് വെണ്ണ എന്ന് പറയുന്നത് പശുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ആരോഗ്യകരമായ പ്രോട്ടീൻ അടങ്ങിയ ഒരു അമൂല്യ ഭക്ഷണമാണ്. അതാണ് കുട്ടിക്കാലത്ത് എല്ലാവരും കഴിക്കേണ്ടതെന്നുള്ളൊരു മെസ്സേജും കൂടെ അതിനകത്തുണ്ട്. അതിനെ പൊളിച്ചിട്ട് ക്യാൻസർ വരുന്ന കുഴിമന്തിയാണ് കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മെസ്സേജിലെ പിന്നെ ഒരു കാര്യം മാത്രം എടുത്താൽ പോലും അതൊരു റോങ് മെസ്സേജ് ജനങ്ങൾ കൊടുക്കുന്ന പോലെയാണ് വരുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതിനകത്തെ റിലീജിയസ് ഇഷ്യൂസ്, അതിന്റെ ബിലീഫിന്റെ ഇഷ്യൂസ്, അതുണ്ടാക്കുന്ന ആന്തരിക സംഘർഷം, അതിന്റെ പിന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ഫൈറ്റ്, ഇതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതിന്റെ ഇംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. അത് പോലീസും കോടതിയും ഒക്കെ ന്യായമായി ചെയ്യുമെന്ന്. അതെ, പക്ഷപാതരഹിതമായി ഇതിനകത്ത് കൃത്യമായി ഈ കേസ് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കട്ടെ, കോടതി വിധി വരട്ടെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. തീർച്ചയായും നമുക്ക് അത്രേ പറയാനുള്ളൂ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.